നമസ്കാരം. ഭാഷ്യങ്ങളും മൂലഗ്രന്ഥങ്ങളും വായിക്കുമ്പോൾ നാം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന 3 കാര്യങ്ങളുണ്ട്. ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഭാഷ്യകാരനോ മൂലഗ്രന്ഥകാരനോ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് 3 പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. ഒന്ന്, ശാസ്ത്രീയമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന വിഷയാവതരണം. അതിനെയാണ് നമ്മൾ പൊതുവെ ഫിലോസഫിക്കൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് എന്നൊക്കെ വിളിക്കുന്നത്. തികച്ചും ശാസ്ത്രീയമായി കണക്കാക്കുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ പശ്ചാത്തലം, വിഷയാവതരണത്തിൽ ആചാര്യൻ സ്വീകരിക്കുന്ന ശൈലീ സംബന്ധമായ കാരണങ്ങളുടെ പശ്ചാത്തലം. ആ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടും ആചാര്യൻ വിഷയാവതരണം നടത്തുന്നുണ്ട്. ഇംഗ്ലീഷിൽ നമുക്കതിനെ മനസ്സിലാക്കുമ്പോൾ സ്റ്റൈലിസ്റ്റിക് കൺസിഡറേഷൻസ് ഇൻ ദ പ്രസൻറ്റേഷൻ ഓഫ് എ സബ്ജക്റ്റ്. അവിടെ നമുക്ക് ഈ ഒരധ്യായം കഴിഞ്ഞ് ഇന്ന അധ്യായം, അല്ലെങ്കിൽ ഏതെങ്കിലും വാക്കുകളുടെ വ്യുത്പത്തി, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ് അവിടെയൊക്കെ നടത്തുന്നത്. മൂന്നാമത്തെ പശ്ചാത്തലം, ആചാരപ്രധാനമായ കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വിഷയാവതരണങ്ങൾ നടത്തുന്ന രീതി. ഇങ്ങനെ 3 രീതികൾ നമുക്ക് എല്ലാ ഗ്രന്ഥങ്ങളിലും കാണുവാൻ സാധിക്കും. ഇത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം. ഇത് ഉൾക്കൊള്ളാതെയാണ് നാം മൂലഗ്രന്ഥമോ ഭാഷ്യഗ്രന്ഥമോ വായിക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ തീർച്ചയായും തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ആയുർവേദ ദൃഷ്ടിയിൽ ഉദാഹരിച്ച് പറയുകയാണെങ്കിൽ, അഷ്ടാംഗഹൃദയം എന്ന ടെക്സ്റ്റ് എടുക്കുക. അതിൽ 1-ാമത്തെ അധ്യായം ആയുഷ്കാമീയം എന്ന അധ്യായമാണ്. അത് ആരംഭിക്കുന്നത് മംഗളശ്ലോകത്തിലാണ്. അപ്പോൾ ഒരു ആയുർവേദ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഏരിയയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ മംഗളശ്ലോകത്തിനൊക്കെ എന്താണ് പ്രസക്തി എന്ന ചിന്ത സ്വാഭാവികമായിട്ടും തോന്നും. ഒരു ലിറ്ററേച്ചർ ടെക്സ്റ്റിൻ്റെ ചർച്ചയുടെ സ്വഭാവമാണ് ഈ മംഗളശ്ലോകം. എന്തിനാണ് മംഗളശ്ലോകം ആദ്യം നടത്തുന്നത്, മംഗളാചരണത്തിൻ്റെ പ്രസക്തി എന്ത് എന്നൊക്കെയുള്ള ഡിസ്കഷൻസ് യഥാർത്ഥത്തിൽ ഒരു ലിറ്ററേച്ചർ മോഡിലുള്ള ചർച്ചയാണ്. ഇതിന് സമാന്തരമായി വരുന്ന മറ്റൊരു ചർച്ചയാണ് അധ്യായ ചർച്ചകൾ. ആയുഷ്കാമി അധ്യായത്തിന് ശേഷം 1-ാമതായി ദിനചര്യയെ സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? ദിനചര്യയ്ക്ക് ശേഷം ഋതുചര്യയെ എഴുതുവാൻ എന്താണ് കാരണം? ഇങ്ങനെ ഗ്രന്ഥത്തിൽ ആദ്യന്തം ആചാര്യൻ അതിൻ്റെ യുക്തികളെയാണ് പറയുന്നത്. അധ അതഹ എന്ന 2 പദങ്ങളിലൂടെ. വളരെ വിശദമായ ചർച്ചയാണത്. ഒരുപക്ഷെ ഈ ചർച്ച കാണുമ്പോഴും നമുക്കൊരു അപ്രസക്തി തോന്നിയേക്കാം. ഒരു മെഡിക്കൽ റിലേറ്റഡായ ശാസ്ത്ര പരിസരത്ത് ഇതിനൊക്കെ എന്താണ് പ്രസക്തി എന്ന് തോന്നിയേക്കാം. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അത്തരം അധ്യായ ചർച്ചകൾ, വാക്കിൻ്റെ വ്യുത്പത്തികൾ, ഇപ്പോൾ ദിനചര്യ അധ്യായത്തിലൊക്കെ ദിനചര്യയെ 2 തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ദിനേ ചര്യ, ദിനസ്യ ചര്യ എന്നൊക്കെ. അപ്പോൾ അത്തരം ചർച്ചകളൊക്കെ ഞാൻ 2-ാമത് സൂചിപ്പിച്ച പശ്ചാത്തലമായ വിഷയാവതരണത്തിൽ ആചാര്യന്മാർ സ്വീകരിച്ചു പോരുന്ന ശൈലീ സംബന്ധമായ കാരണം എന്ന പോയിൻറ്റിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താവുന്ന ചർച്ചകളാണ് ഇവയൊക്കെ. അതിനെ നമ്മൾ ശാസ്ത്ര തത്വ ചർച്ചയുമായി കൂട്ടിക്കെട്ടരുത്. അവിടെ ആചാര്യൻ ശാസ്ത്ര തത്വ ചർച്ച ഉദ്ദേശിച്ചിട്ടേയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നേരത്തെ പറഞ്ഞ മംഗളശ്ലോകം പോലെയുള്ള ചർച്ചകളാകട്ടെ ആചാരപ്രധാനമായ വിഷയാവതരണ രീതിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ചർച്ചകളാണ്. അപ്പോൾ ഈ മംഗളശ്ലോക ചർച്ചയൊന്നും നമ്മൾ ശാസ്ത്രതത്വ ചർച്ചയുമായി കൂട്ടിച്ചേർക്കരുത്. മംഗളശ്ലോകം എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ ആചാര്യൻ ശാസ്ത്രതത്വം ഉദ്ദേശിച്ചിട്ടേയില്ല. അതൊരു കൺവെൻഷണൽ ട്രഡീഷണൽ കോഴ്സിൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തുന്ന വിഷയാവതരണ രീതിയാണ്. അങ്ങനെ ഈ 3 രീതികളും യഥാർത്ഥത്തിൽ മൂലഗ്രന്ഥങ്ങളിലും ഭാഷ്യഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ 3 രീതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ ഈ പറയുന്നതെല്ലാം ശാസ്ത്രതത്വമാണ് എന്ന രീതിയിൽ എടുക്കുമ്പോഴാണ് നമുക്ക് മുന്നിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടാവുന്നത്, വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുന്നത്. മംഗളശ്ലോകത്തിനെയൊക്കെ എങ്ങനെ സയൻറ്റിഫിക്കായി നമുക്ക് കാണാൻ സാധിക്കും? അധ്യായ ചർച്ചയുടെ
ഭാഗത്തെയൊക്കെ എങ്ങനെ ഒരു സയൻറ്റിഫിക് തത്വചർച്ചയായി നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കും? ആചാര്യനാവട്ടെ ഇക്കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ട് പോലുമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് 3 തരം വിഷയാവതരണ രീതി ഉണ്ടെന്നും 3 തരം വിഷയാവതരണ രീതിയുടെ ഭാഗമായിട്ട് വേണം ഗ്രന്ഥങ്ങളിലുള്ള സബ്ജക്റ്റുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് മനസ്സിലാക്കേണ്ടത് എന്നാണ്.